ഹായ് ഗൈസ്, അറാഷി മീഡിയയിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഓൾട്ടോ 800 എന്ന വാഹനമാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വാഹനം വരുന്നത് LXi വേരിയൻ്റാണ്. ആ സമയത്ത് ഇറങ്ങിയ LXi വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ AC-യും പവർ സ്റ്റിയറിംഗ് മാത്രമാണുള്ളത്. ഇതിൻ്റെ AC എന്ന് പറയുന്നത് വളരെ ചിൽഡ് ആയിട്ടുള്ള AC ആണ്. പിന്നെ ഒരു പവർ സ്റ്റിയറിംഗ് വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, വളരെ സ്മൂത്താണ്. ഇതിനകത്ത് പിന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇതൊരു ആക്സിഡൻറ്റ് ഫ്രീ വെഹിക്കിളാണ്. ഇതിനകത്ത് യാതൊരുവിധ റീപ്ലേസ്മെൻറ്റും ഒരു പാർട്ടും റീപ്ലേസ് ചെയ്തിട്ടില്ല. ആ ലെതർ ഫിനിഷ്ഡ് അപ്പോൾസ്റ്ററിയാണ് ഇതിനകത്ത് സീറ്റ് കവറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 4 ടയറും ഗുഡിയറിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഇത് ഏകദേശം 2000-നും 3000-നും ഇടയ്ക്ക് കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. 85,000 കിലോമീറ്ററിന് മുകളിൽ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ വിൻഷീൽഡ്, റിയർ ഗ്ലാസ്, 4 വിൻഡോസ് ഇതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. എല്ലാ ഗ്ലാസ്സിലും മാനുഫാക്ചറിംഗ് ഡേറ്റ് അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അതിനാൽ നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനം ഒരു ആക്സിഡൻറ്റ് ഫ്രീ വെഹിക്കിളാണ്. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനമാണിത്. ഹൈവേകളിൽ ഏകദേശം 20-21 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. നോൺ AC-യിൽ 18-19 മൈലേജ് കിട്ടുന്നുണ്ട്. ഇവിടെ സിറ്റിക്കകത്തുള്ള ഓട്ടത്തിൽ നമുക്ക് AC-യിൽ 15-16 മൈലേജ് കിട്ടുന്നുണ്ട്. നോൺ AC-യിൽ 17ഓളം മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടിയാണ് ഇത്. ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഏകദേശം 1 വർഷം മാത്രം പഴക്കമുള്ളതാണ്. 2005 മോഡൽ വണ്ടിയാണെങ്കിലും 2006-ലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത റീടെസ്റ്റ് വരുന്നത് 2026-ലാണ്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഏകദേശം ഡിസംബർ 31 വരെ ഇതിൻ്റെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വില 95,000 രൂപയാണ്. ജെന്യൂൻ ബയേഴ്സിന് നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പുതിയൊരു വീഡിയോയുമായി കാണാം. ദിസ് ഈസ് ആദർശ്, അറാഷി മീഡിയ, സൈനിങ് ഓഫ്.